നിങ്ങളുടെ ഭാര്യ ഒന്ന് വിളിച്ചേ. ഇപ്പൊ പറ്റില്ല. വിളിക്കാനാ പറഞ്ഞത്. വനജേ, പ്രസാദ് വിളിക്കുന്നു. അവൻ വിളിക്കുമ്പോ ഓടിച്ചെല്ലാൻ അവനാരാ? പോകാൻ പറ അവനോട്. പിന്നെ അങ്ങനെ പോകാനെന്നല്ല ഞാൻ വന്നത്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം. നീ പിന്നെ വഴക്കൊണ്ടാക്കാൻ വന്നിരിക്കുകയാണല്ലേ? അമ്മ ഇടപെടുന്നു. പൊക്കി അവിടുന്ന്. അയ്യോ ദീപേട്ടാ, മര്യാദയ്ക്ക് അവർ ഇറക്കി വിട്. ഇവനെയൊക്കെ ആരാ പേടിക്കുന്നേ? പ്രദീപ് പോയി വാതിലടയ്ക്ക്. നീ എന്താ കണ്ടെന്ന് പറ. അങ്ങനെ പോകാൻ നോക്കണ്ട. നീ പറഞ്ഞൊക്കെ കള്ളമാണെന്ന് തെളിയിക്കാതെ നിന്നെ അവിടുന്ന് വിടില്ല. എനിക്ക് ഇവളെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. എന്താ പ്രസാദ ഇത്? ഞാനിവിടുന്ന് പോവാ വിദ്യാർത്ഥി. പ്രസാദ് ഇവിടുന്ന് പോയാ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുമോ? പോവേണ്ടത് ഞാനല്ലേ ഇവിടെ ഒരു അധികപ്പറ്റ്. വിദ്യാർത്ഥി ഇവിടുന്ന് പോകരുത്. ആര്യ എല്ലാ കാലത്തും ഭർത്താവിന്റെ അമ്മായി അമ്മയുടെയും ആട്ടും തൊഴിയേറ്റ് കിടക്കേണ്ടവളാണെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? ഒരമ്മയ്ക്ക് കുഞ്ഞിനെ പോറ്റാൻ ഭർത്താവിന്റെ അഡ്രസ് ഔദാര്യം ആവശ്യമാണെന്ന് ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. സ്വന്തം കാലിനുള്ള തന്റെ ഇടം വേണം വിദ്യാർത്ഥി. ഏട്ടനൊരു പാവ. വിദ്യാർത്ഥി വേണം ഏട്ടന് ധൈര്യം കൊടുക്കാൻ. വിദ്യാർത്ഥിയോട് മാത്രമേ എനിക്ക് യാത്ര വയ്ക്കാനുള്ളൂ. ഇനിയും ഞാനിവിടെ നിന്നാൽ ഞാൻ വരട്ടെ. എന്റെ മോള് സുലോചനെ പ്രശാന്തിന് കല്യാണം ആലോചിച്ചല്ലേ? 30 പവന്റെ ആഭരണങ്ങളും 50,000 രൂപയും രൊക്കം തരാമെന്ന് പറഞ്ഞതല്ലേ? അവന്റെ ഇഷ്ടക്കേട് കൊണ്ട് അവൻ വേണ്ടെന്ന് വെച്ചു. അത് പിന്നെ സുലോചനയുടെ 2ാം കെട്ടായതുകൊണ്ടാ ചാന്തൻ ഇഷ്ടപ്പെടാതിരുന്നത്. ചാന്തേട്ടൻ ഇങ്ങനെ തന്നെ വേണം. വലിയ സുന്ദരിപ്പെണ്ണിനെ അന്വേഷിച്ച് പോയതല്ലേ? എന്നിട്ടിപ്പോ എന്തായി? ആ പിഴച്ചവൾ ഒരുത്തി കാരണമാ എന്റെ പ്രസാദമോ നാട് വിട്ടു പോയത്. എന്റെ മക്കളെ തമ്മിൽ തെല്ലിച്ച് അവക്ക് ഗതി പിടിക്കില്ല. ഇനി അതും ഇതും പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, ശാന്തൻ എങ്ങനെയാ അവളോട്? നിവർത്തിയില്ലാത്തത് കൊണ്ട് സഹിക്കുന്നു. ഇത്രയൊക്കെ ആയിട്ടും പിന്നെ എന്തിനാ അവളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? ഉപേക്ഷിക്കാൻ മേലായിരുന്നോ? അതെങ്ങനെയാ സരോജിനി? അവള് കൊണ്ടുവന്ന് പൊന്നും പണ്ടും ഒക്കെ എടുത്തു പോയില്ലേ? അതെന്താന്ന് വെച്ചാൽ അങ്ങ് തിരിച്ചു കൊടുത്താ പോരെ? 30 പവന്റെ ആഭരണങ്ങളും 80,000 രൂപയും ഇപ്പോഴും ഇവളുടെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. പ്രശാന്തന്റെ കാര്യം പറഞ്ഞാ ഇപ്പോഴും എന്റെ മോക്ക് 100 നാവാ. ചേച്ചി മനസ്സ് വെച്ചാ നടക്കാവുന്ന കാര്യമുള്ളൂ. അതെങ്ങനെയാ സരോജിനി? ഇപ്പോ വേണോന്ന് വിചാരിച്ചാ ഇപ്പോഴും നടക്കും. വിദ്യ പ്രസവിച്ചു കഴിഞ്ഞാ പിന്നെ ബുദ്ധിമുട്ടാ.
എടി പെണ്ണെ, വയറ്റിലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരിടത്ത് തന്നെ കുത്തിയിരിക്കരുത്. കാലും കൈയും ഒക്കെ ഒന്ന് അനങ്ങട്ടിടി. നീ അങ്ങോട്ട് ഇറങ്ങി നിന്നാ തുണിയൊക്കെ ഒന്ന് ഒലച്ചെടുത്തേ. വെയിലിപ്പോ അങ്ങ് പോകും. ആ, കുറച്ചുകൂടെ അങ്ങോട്ട് ഇറങ്ങി നിക്കേ. മക്കള് വല്ലതും കഴിച്ചോടി? വയറ്റുള്ളപ്പം വയറ് നിറച്ചു വല്ലതും കഴിക്കണം. മക്കളെ, ആ അഴുക്ക് വെള്ളത്തിൽ കഴുകാതെ അങ്ങോട്ട് ഇറങ്ങി നിന്നാ നല്ല വെള്ളത്തിൽ ഒലച്ചെടുക്ക്. ആ, അമ്മ പിടിച്ചേരാം. പതുക്കെ. ഓ, എന്താ പേടിക്കാനാ? അമ്മയല്ലേ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ. ആ, അങ്ങനെ. മക്കൾ ഓരോ തുണിയും എടുത്തേ. ആ, അമ്മ ഓരോന്നെടുത്ത് അങ്ങോട്ട് ഇട്ട് തരാം. മക്കൾ ഒലച്ചെടുക്ക്. ഇന്നാ ദാ ഇത് നല്ലപോലെ ഒന്ന് ഒലച്ചെടുത്തേ. ഒന്നും പേടിക്കണ്ടെന്നേ. അമ്മ പിടിച്ചുതരാം. മോൾ അതിങ്ങ് എടുത്തേ. ആ, നോക്ക് നിക്കാതെ. തുണി ഞാൻ കൊഴുകി പോവും. അവിടെ വലിയ ആഴമൊന്നും ഇല്ലെന്നേ. ഞാൻ പിടിച്ചുതരാം. അതിങ്ങ് എത്തിയാ എടുത്തോ. ആഹാ, ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ആ, എടുത്തോ ഇങ്ങനെ. അങ്ങനെ. എന്താ ഉണ്ടായത്? കാല് വഴുതി വീണത്. എന്തിനാ ഈ പുഴയിലേക്ക് കുളിക്കാൻ പോണേ? തന്റെ ബോഡി വളരെ വീക്കാ. വളരെ സൂക്ഷിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കണ്ണടച്ച് കിടന്നോളൂ. എന്റെ ഈശ്വര, എന്റെ മോക്ക് എന്തു പറ്റിയാവോ? ഒന്നുമില്ലാതെ അവളിങ്ങനെ ഒരു എഴുത്തെഴുതില്ലല്ലോ. 7-ാം മാസം കൂട്ടിക്കൊണ്ടുവരാനോ പറ്റിയില്ല. ഒന്ന് പോയി കാണുമെങ്കിലും വേണ്ടേ? എന്നിട്ട് വേണം ആ തള്ളയുടെ വായിലിരിക്കുന്ന ചീത്ത മുഴുവനും കേൾക്കാൻ. തെറ്റ് നമ്മുടേതല്ലേ? അത് അവരറിയേണ്ട കാര്യമുണ്ടോ? എന്താ അമ്മ ഇത്? എന്തൊരു ബഹളമാകത്ത്? പല ആശുപത്രിയിലും കൊണ്ടുവന്ന് നോക്ക്. ഈ നിലവിളിയും കുന്തമൊന്നും കേട്ട് നീ പേടിക്കണ്ട. ഇതൊക്കെ സർവ്വസാധാരണമല്ലേ? മനുഷ്യന് സ്വയം തരത്തില്ലെന്ന് വെച്ചാ എന്ത് ബഹളാ കൊച്ചെയ്ത്? ഞാൻ മാത്രം വിചാരിച്ചൊന്നും കാര്യമല്ലോ കൊച്ചെ. നല്ലോണം ദൈവത്തിന് വിളി. അത്തം നക്ഷത്രത്തിന് 4 നാഴികോടിയുണ്ട്. അതെ, വേദന തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചുകൂടെ താമസമുണ്ട്. കുറച്ചല്ല, നല്ലപോലെ താമസിച്ചോട്ടെ. അത്തം നക്ഷത്രത്തിനെ തന്തക്കാലുണ്ട്. എന്തിനാടി എണ്ണം കെട്ടവളെ കെട്ടിയൊരുങ്ങി ഇങ്ങോട്ട് ഇടുന്നില്ലേ? അത് ചേച്ചി ചത്തമില്ലെന്ന് അറിയാനായിരിക്കും. ചാവുമ്പോഴേ ആളെ പറഞ്ഞു വിടാ. അങ്ങനെ തോന്നിയതുകൊണ്ട് അറിയിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് എത്തിയത്. അയ്യണ, എന്തൊരു നാക്ക്! അതിനൊരു കുറവില്ല. നില്ലടി അവിടെ. അങ്ങോട്ട് മാറുന്നോടെ. അയ്യോ, ചേച്ചി, ചേച്ചി, ചേച്ചി.